എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് വന്നതാണ് ഇവിടെ. എന്നാ പറ്റി? എന്നിട്ട് ഒരു ചേച്ചി എന്നെ പിടിച്ച് എണീപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നിയാ അയ്യോ എനിക്ക് എണീറ്റ് നിൽക്കാം, എനിക്കൊന്നുമില്ലല്ലോ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു അയ്യോ ഞാൻ കൃപാസനത്തിൽ വന്നതാണ്, പെട്ടെന്ന് ഇപ്പോൾ കുർബാനയൊക്കെ തുടങ്ങുന്ന സമയമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ബൈക്ക് ഇടിച്ച ചെറുക്കൻ എൻ്റെ അടുത്ത് പറഞ്ഞു ആൻറ്റി ബൈക്കിലിരിക്കുക, ഞാൻ അവിടം വരെ കൊണ്ട് വിടാം. ഞാൻ പറഞ്ഞു വേണ്ട മോനെ, ഞാൻ നടന്നു പോയിക്കോളാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇത്തിരി ഇവിടെയൊക്കെ പൊട്ടയൊക്കെ ചെയ്തു, കുഴപ്പമില്ലാതെ ഞാനിവിടെ വന്നിരുന്നു. ഇവിടെ വന്നിരുന്നിട്ടൊരു മനസ്സമാധാനം ഇല്ല എനിക്ക്. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എൻ്റെ മോൾക്കും മോനും ആരും ഇല്ലല്ലോ, പപ്പയാണെങ്കിലും മരിച്ചും പോയല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ തലയും കൊമ്പിട്ടിരിക്കുക. അപ്പം എനിക്ക് തോന്നി എൻ്റെ ഇടതുവശത്ത് ആരോ നിൽക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഒന്നിങ്ങനെ ഇടം കണ്ടിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും മാതാവിൻ്റെ ചാര കളറിലെ ഉടുപ്പാണ് ഞാൻ കണ്ടത്. മാതാവിന് 1000 നന്ദി. എനിക്ക് തോന്നി